ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ കാർബണൈഡ്സ് കോമ്പൗണ്ട്സിൽ നമ്മൾ കാർബണിന്റെ പേര് എഴുതും, നെയിമിംഗ് എഴുതാൻ വേണ്ടി ചോദിക്കും. എക്സാമിന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ. ആ നെയിമിംഗ് എഴുതാൻ വേണ്ടി ചോദിക്കുമ്പോഴത്തേനും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാർബണിന് എങ്ങനെ പേര് കൊടുക്കണം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേരൊക്കെ കൊടുക്കേണ്ടത്, അതൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് തറവായിരിക്കണം. അപ്പൊ കാർബണിന് പേര് കൊടുക്കുമ്പോഴത്തേനും ഫസ്റ്റ് നമ്മൾ ആ ഒരു കോമ്പൗണ്ട് എടുത്തിട്ട് അതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. എത്ര കാർബൺ ആറ്റം, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കാർബൺ വന്നിട്ട് ഒരു കാർബൺ ആറ്റമാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിന്റെ റൂട്ട് വേർഡ് വന്നിട്ട് മെത്ത് എന്ന് പറയും. മെത്ത്. സപ്പോസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഈസ് 2, ഇതിനെ നമ്മൾ എത്ത് എന്ന് പറയും. എത്ത്. കാർബൺ ആറ്റം 3 ആണെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പ് എന്ന് പറയും. പ്രോപ്പ്. കാർബൺ ആറ്റം 4 ആണെങ്കിൽ നമ്മൾ അതിനെ ബ്യൂട്ട് എന്ന് പറയും. ബ്യൂട്ട്. ബട്ട് എന്നാണ് എഴുതുന്നത്, പക്ഷെ നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേനും ബ്യൂട്ട് എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം. കാർബൺ ആറ്റം 5 ആണെങ്കിൽ നമ്മൾ അതിനെ പെൻഡ് എന്ന് പറയും. കാർബൺ ആറ്റം 6 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഹെക്സ് എന്ന് പറയും. കാർബൺ ആറ്റം 7 വന്നാൽ നമ്മൾ അതിനെ ഹെപ്റ്റ്. റൂട്ട് വേർഡാണ് ഞാൻ ഈ പറയുന്നത്, ഹെപ്റ്റ്. കാർബൺ ആറ്റം 8 വന്നാൽ ഒക്ട്. നിങ്ങൾ മെയിനായിട്ട് 8 എണ്ണമൊക്കെ പഠിച്ചാൽ മതി. മാക്സിമം നിങ്ങൾക്ക് 6 എണ്ണത്തിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ, പക്ഷെ ഒരു 8 വരയ്ക്കും പേര് ഓർമ്മിച്ച് വെക്കുക. മെത്ത്, എത്ത്, പ്രോപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്. ഇനി ഞാനൊരു കോമ്പൗണ്ട് തരും. ഈ കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഞാനൊരു കോമ്പൗണ്ട് കൊടുക്കുകയാണ്, CH4. ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒറ്റ നോട്ടത്തിന് നോക്കുമ്പോഴത്തേന് പേരോ ഒന്നും അറിഞ്ഞൂടാ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഇതിന്റെ പേരൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കാണണമെന്ന് വെച്ചൊരു. അപ്പൊ ഇതിന്റെ പേര് കൊടുക്കാനായിട്ട് ഇപ്പൊ ഇതില് കാർബൺ നോക്കുക. കാർബൺ എത്ര എണ്ണം ഉണ്ട്? 1. കാർബൺ 1 ഉണ്ട്. അപ്പൊ കാർബൺ ഉള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇതാ ഈ ഒരു ഇതിൽ നോക്കുക, മെത്ത്. നമ്മൾ ഫസ്റ്റ് മെത്ത് എഴുതി. ഇനി ഈ മെത്തിന് ശേഷം ANE വരാം, ENE വരാം, YNE വരാം. അതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ഇതിനെ ഞാൻ പറഞ്ഞു തന്നു, ANEക്ക് ഒരു ഇക്വേഷൻ, ENEക്ക് ഒരു ഇക്വേഷൻ, YNEക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻസ് ഒന്നും മൈൻഡിലോട്ട് വരയ്ക്കുക. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ CnH2n + 2. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ. ഓരോ ഇക്വേഷനിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക, അപ്പൊ നമുക്ക് കിട്ടും. അപ്പൊ ഇതില് N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഇവിടെ നോക്കുക, നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയാണ്? 1. അപ്പൊ ഈ ഫോർമുലയിൽ N-ന് ബദലായിട്ട് 1 കൊടുക്കുക. ഇനി ഹൈഡ്രജൻ H എഴുതുക, 2n. 2n മീൻസ് 2 × 1 + 2. അപ്പൊ C1. 2 × 1 2, 2 + 2 4. നമുക്ക് കിട്ടി C1H4. ഈ 1 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോമൺലി എഴുതത്തില്ല. ഓക്കെ, അപ്പൊ ഈ 1 ഇവിടെ എഴുതേണ്ട ആവശ്യം ഇല്ല. അപ്പൊ CH4 കിട്ടി. അപ്പൊ ഏത് ഇക്വേഷൻ ആണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? CnH2n + 2 എന്ന് പറയുമ്പോഴത്തേനും ആൽക്കെയിൻ ആണ്, ANE ആണ് വരുന്നത്, ലാസ്റ്റ് ANE. അപ്പൊ ഇത് സെയിം നമ്മൾ ആ ഫോർമുലയുടെ ലാസ്റ്റ് ANE എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഓൾറെഡി നമുക്ക് 1 ആയതുകൊണ്ട് റൂട്ട് വേർഡ് നമ്മൾ എഴുതി മെത്ത് എന്ന്, അതിനുശേഷം ലാസ്റ്റ് ANE എഴുതുക. ദിസ് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് മീഥെയ്ൻ. ഇങ്ങനെ നമുക്ക് പേര് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അടുത്തൊരു കോമ്പൗണ്ട് കൂടെ നോക്കാം. ഇനി അടുത്തൊരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേനും C2H4. ഈ C2H4ന്റെ പേര് നമുക്കറിയാം, കാർബൺ ആറ്റം 2, ഹൈഡ്രജൻ ആറ്റം 4. അപ്പൊ നമുക്കറിയാന്നുള്ള ഫോർമുല എഴുതുക, CnH2n + 2. ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. കാർബൺ ആറ്റം 2, അപ്പൊ C2 കൊടുക്കുക, ഇവിടെ അപ്ലൈ ചെയ്യുക. N-ന്റെ പ്ലേസിൽ 2. 2 2s are 4. 4 + 2 6 വരും. കറക്റ്റ് ആണോ? അല്ല. അപ്പൊ ഇത് നമുക്കിത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയാം. ഇനി അടുത്ത ഇക്വേഷൻ നോക്കുക, ആൽക്കീൻ. ENE വരുന്ന ഫോർമുല. ENE വരുന്ന ഫോർമുല എന്ന് പറയുമ്പോഴത്തേനും CnH2n. ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കുക. N-ന്റെ പ്ലേസിൽ 2, C2, H നോക്കുക, 2 × 2, 2 × 2 4, H4.
അത് തന്നെയല്ലേ ഇത് C2H4. അപ്പൊ ഇത് ഏത് ഇക്വേഷനിലാണ് സാറ്റിസ്ഫൈ ആവുന്നത്? ഇത് ഇക്വേഷൻ വന്നിട്ട് ആൽക്കീൻ ENE, ഈ ഇക്വേഷനിലാണ് ഇത് സാറ്റിസ്ഫൈ ആവുന്നത്. ഇനി അടുത്ത് നോക്കുക, നമ്പർ ഓഫ് കാർബൺ ആറ്റം 2. നമ്പർ ഓഫ് കാർബൺ ആറ്റം 2 ആയാൽ റൂട്ട് വേർഡ് വന്നിട്ട് എത്ത്. ഇനി ഈ ഒരു ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ആവുന്നത് കൊണ്ട് ലാസ്റ്റ് നമ്മൾ ആ ENE എടുക്കുക. ENE എടുത്ത് ഇവിടെ എഴുതുക. ഈത്തീൻ. ഈത്തീൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഓക്കെ, ഇനി ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കൊടുത്താൽ നമ്മൾ ഫസ്റ്റ് അതിന്റെ പേര് എഴുതുക. പേരെഴുതി കഴിഞ്ഞതിന് ശേഷം അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. സ്ട്രക്ചർ വരയ്ക്കാൻ ഈസിയാണ്. ഈ സ്ട്രക്ചർ വരയ്ക്കുമ്പോഴത്തേന് ഇവിടെ മെയിനാ നോക്കുക, എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2. അപ്പൊ 2 കാർബൺ ആറ്റം ഇങ്ങനെ എഴുതുക. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4. ഇവിടെ ഒരു ഹൈഡ്രജൻ, താഴെ ഒരു ഹൈഡ്രജൻ 2, അതേപോലെ ഇവിടെ ഒരു ഹൈഡ്രജൻ 3, ഇവിടെ ഒരു ഹൈഡ്രജൻ 4 അല്ലെ. 2 കാർബണും ഞാൻ വരച്ചു, 4 ഹൈഡ്രജനും വരച്ചു. ഇനി ഇതിൽ ബോണ്ടിങ് കൊടുക്കുന്ന കാര്യമാണ് അല്ലെ. നമുക്ക് കിട്ടിയ കോമ്പൗണ്ടിന്റെ പേര് ഈത്തീൻ, ENE. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ENE വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ കാർബൺ കാർബൺ ബോണ്ടിങ്ങിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് അപ്ലൈ ചെയ്യുക. ദിസ് ഈസ് ദ സ്ട്രക്ചർ. പിന്നെ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന് 4 ബോണ്ടിങ് വരണം. 4 ബോണ്ടിങ് ആണ് ഒരു കാർബണിന് എപ്പോഴും വരേണ്ടത്. 1 ബോണ്ടിങ്ങോ 2 ബോണ്ടിങ്ങോ 3 ബോണ്ടിങ്ങോ വരുന്നാൽ ആ കോമ്പൗണ്ട് തെറ്റാണ്. നിങ്ങൾ സ്ട്രക്ചർ എല്ലാം വരച്ച് നോക്കിയിട്ട് കാർബണിന് 4 ബോണ്ടിങ് ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക. 4 ബോണ്ടിങ് നിങ്ങളെ കൊണ്ട് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കോമ്പൗണ്ട് തെറ്റാണ്. അപ്പൊ ഈ കാർബൺ എടുക്കുമ്പോഴത്തേനും ഇതിന് 4 ബോണ്ടിങ് ഉണ്ടോ എന്ന് നോക്കുക. ഇതാ 1 2 3 4. അപ്പൊ ഈ കാർബണിന് 4 ബോണ്ടിങ് ഉണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇനി അതേപോലെ ഈ കാർബൺ എത്ര കാർബൺ ഉണ്ടോ അത് ഫുൾ നോക്കണം. ഈ അടുത്ത കാർബൺ നോക്കുക, 1 2 3 4. ഈ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ 2 കാർബണിന് ഇൻക്ലൂഡ് ആണ്. അപ്പൊ ഈ കാർബണിന് 4 ബോണ്ടിങ് ആയി. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ എന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ബോണ്ട് വെച്ച് വരയ്ക്കുക. ഓക്കെ, താങ്ക് യു.